വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനന് കർമ്മയോഗ ഉപദേശം നൽകുകയാണ്. കർമ്മങ്ങളെ ഭക്തിയോടെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നതാണ് കർമ്മയോഗം. ഇതിന് നമ്മുടെ മനോബുദ്ധികളെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് തിരിച്ച് ഹൃദയസ്ഥിതനായ ഭഗവാനിൽ ചേർക്കണം. ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളെയാണ് കർമ്മയോഗത്തിലൂടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. ബുദ്ധിയെ ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതുകൊണ്ട് ഇതിന് ബുദ്ധിയോഗം എന്നും പറയും. യോഗം എന്ന വാക്കുകൊണ്ട് കൂടിച്ചേരൽ എന്നാണ് അർത്ഥം. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളുടെ പേരുകളും യോഗം എന്ന വാക്കിലാണ് അവസാനിക്കുന്നത്. അതായത് 18 യോഗങ്ങളെയാണ് 18 അധ്യായങ്ങളായി വേദവ്യാസമുനി ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നത്. ഈ 18ഉം നമ്മെ, അതായത് നമ്മുടെ മനോബുദ്ധികളെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് തിരിച്ച് ഭഗവാനിൽ ഉള്ളിലുള്ള ജീവാത്മാവിൽ ചേർക്കാനും ആത്മനിർവൃതി പ്രാപിക്കാനും ഉള്ള മാർഗങ്ങളാണ്. ഇനി നമുക്ക് ഭഗവാന്റെ കർമ്മയോഗ ഉപദേശം കേൾക്കാം. നമുക്ക് ഓരോരുത്തർക്കും വന്നു ചേർന്നിരിക്കുന്ന കർമ്മങ്ങളെ, അതായത് ഡ്യൂട്ടീസിനെ ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും ഈശ്വരാർപ്പണമായും ചെയ്യാം. ഇവിടെ നമ്മുടെ മനോഭാവങ്ങളെയാണ് മാറ്റേണ്ടത്. നമുക്ക് നാം എന്ന ഭാവവും എൻ്റേതെന്ന ഭാവവും മാറി ഒട്ടലില്ലാതെ കർമ്മഫലത്തെ പ്രതീക്ഷിക്കാതെ വേണം നാം ചെയ്യാൻ. അതായത് ഞാൻ ചെയ്യുന്നു എന്ന ഭാവം വിട്ടിട്ട് ഭഗവാൻ എനിക്ക് അറിവും കഴിവും തന്ന് എന്നെക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യിപ്പിക്കുന്നു. ഞാൻ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി കർമ്മങ്ങളെ ചെയ്യുന്നു. ഞാൻ എൻ്റെ കർമ്മങ്ങളെ ഈശ്വര പൂജയായി ചെയ്യുകയാണ് എന്നുള്ള മനോഭാവം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒട്ടലോ ഫലപ്രതീക്ഷയോ കുറയും. കാരണം എന്നെക്കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു, ഭഗവാൻ എനിക്ക് അതിന് യോഗ്യമായ ഫലം തരും എന്നുള്ള ഒരു പക്വത എന്നിൽ ഉണ്ടാകും. ഇങ്ങനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ തരുന്ന കർമ്മഫലത്തിനെ സ്വീകരിച്ചുകൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നതാണ് കർമ്മയോഗം. ഇവിടെ നമുക്ക് ഏത് ഫലം കിട്ടിയാലും, അനുകൂലമായാലും പ്രതികൂലമായാലും, അതിനെ സമഭാവനയോടെ സ്വീകരിക്കുന്ന മനോഭാവം. ഇതിനെ തന്നെയാണ് ഭഗവാൻ പറയുന്നത് സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. അതായത് സുഖം ദുഃഖം ലാഭം നഷ്ടം എല്ലാറ്റിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് കർമ്മങ്ങളെ ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ട് കർമ്മഫലത്തെ പ്രതീക്ഷിക്കാതെ എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നത് തന്നെയാണ് കർമ്മയോഗം. ഈ വിധത്തിൽ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ കർമ്മമോ കർമ്മഫലമോ അല്ല എനിക്ക് മുഖ്യം, ഈശ്വരപ്രാപ്തിയാണ് എന്ന ഉറച്ച ബുദ്ധി നമ്മിൽ ഉണ്ടാകും. ഇതിനെയാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ പറയുന്നത്. വ്യവസായാത്മിക ബുദ്ധിയിൽ എത്തിക്കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ
യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അതായത് ഈ കർമ്മയോഗിയായി കഴിഞ്ഞാൽ പിന്നെ സംഗം ത്യക്ത്വാ കർമാണി കുരു, ഒട്ടലില്ലാതെ കർമ്മങ്ങളെ ചെയ്യാൻ കർമ്മയോഗിക്ക് സാധിക്കും. അപ്പോൾ സിദ്ധിയോ അസിദ്ധിയോ ഏതായാലും അതിനെ ഒരുപോലെ കാണാനും ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കാനും സാധിക്കും. ഈ നിലയിൽ മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. ഇനി തുടർന്ന് ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളെ പറയുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഭഗവാനിൽ നിന്ന് ശ്രവിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.